അടുക്കളയിൽ നോക്കിയപ്പോൾ കുറച്ച് സാധനമൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പം ഞാൻ ദാ പച്ചക്കുപ്പായം ഇട്ടിട്ട് ഞാൻ ഷോപ്പിങ്ങിന് പോവാണ്. ചെറിയൊരു ഷോപ്പിങ്ങേ ഉള്ളൂ. അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ ഈ പച്ചക്കുപ്പായം ഇട്ടിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ എനിക്കൊരു പേരിട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? മക്ബറാന്ന്. അപ്പം വിളിക്കുന്നവരങ്ങ് വിളിച്ചോട്ടേന്നേ. എനിക്ക് നോ പ്രോബ്ലം. അപ്പോൾ ഇതാ ഞാനൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പം വരുന്ന വഴിക്ക് നല്ല നിലാവൊക്കെ കണ്ടിട്ടാണ് വന്നത്. അപ്പം കാണാൻ നല്ല ഭംഗിയില്ലേ അല്ലേ? പിന്നെ ഇതാ നമ്മളെ സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ പുഴുങ്ങി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ കസ്റ്റേർഡ് ആപ്പിൾ എന്ന് പറഞ്ഞ സംഭവം കണ്ടേ. അത് കണ്ടിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചേ. പിന്നെ ഇച്ച നെഗറ്റ്സ് നോക്കിയിട്ട് ഇതെടുത്താലോ എന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞത് നല്ല വിലയാന്ന് അവിടെ വെച്ചോന്ന്. പിന്നെ വീട്ടിൽ വേണ്ട സാധനങ്ങളും വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇങ്ങെടുത്തേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പായസം ഉണ്ടാക്കി കുടിക്കുന്നതുകൊണ്ട് അങ്ങനെ വാങ്ങിയിട്ട് വെച്ചതാണ് സേമിയവും പിന്നെന്താ മിൽക്ക് മെയ്ഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അലക്കണ സാധനം ഇല്ലായിരുന്നു കേട്ടോ, ലിക്വിഡ്. അത് മറന്നു പോയേനെ. അതും മേടിച്ചിട്ട് വേഗം ബില്ല് ചെയ്യാൻ പോയേ. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല, പോക്കറ്റ് കാലിയാവും. പിന്നെ ആവശ്യങ്ങളിലെല്ലാം സാധനമൊക്കെ മേടിച്ചിട്ട് ഞാൻ വേഗം സ്കൂട്ടറിൻ്റെ സൈഡിൽ കൊണ്ടാക്കിയേ, അല്ല കൊണ്ടുവച്ചേ. പിന്നെ ഇച്ചാക്ക് ജോലിക്ക് പോകുമ്പോൾ ചെരുപ്പ് കുറേ ആയി പഴയതിട്ട് നടക്കണം. അപ്പം ഞാൻ കൈയോടെ പിടിച്ച് ചെരുപ്പ് വാങ്ങാൻ കൊണ്ടാക്കിയേ, അല്ല കൊണ്ടുപോയേ. എന്നിട്ട് എന്താ എനിക്ക് ഉള്ളിലിടാനുള്ള ചെരുപ്പ് മേടിച്ചു തന്നേ. നീ ഉള്ളിൽ ചെരുപ്പിട്ട് നടന്നാൽ മതി, ചെരുപ്പിടാണ്ട് നടക്കണ സ്വഭാവം നിർത്തിക്കോ, കാല് വേദനിക്കുമെന്ന് പറഞ്ഞേ. അങ്ങനെ ഉള്ളിലിടുന്ന ചെരുപ്പൊക്കെ മേടിച്ചു. പിന്നെ ഒരു തട്ടുകടയിൽ പോയിട്ട് കോഴിമുട്ട പുഴുങ്ങിയതും മസാല ഇട്ടിട്ട് പുഴുങ്ങിയതാണ്. പിന്നെ മുട്ട ബജിയും കൂടി കുടിച്ചേ. പിന്നെ ഒരു നല്ല സ്ട്രോങ് ചായയും ഉണ്ടായേ. പിന്നെ ഒരു നായി വായി നോക്കി നിൽക്കുന്നുണ്ടായിന്, അതിനൊരു കഷ്ണം എറിഞ്ഞു കൊടുത്തേ. പാവല്ലേ. അപ്പോൾ അതും കഴിച്ചേ. പിന്നെ 2 ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 കഷ്ണമേ മേടിച്ചിട്ടുള്ളൂ, 3 കഷ്ണം മേടിച്ചിട്ടില്ല. അപ്പം നിച്ച പറഞ്ഞു നമുക്ക് പകുതി പകുതി അങ്ങ് എടുക്കാമെന്ന്. അപ്പോൾ അതാ പോകുന്ന വഴിക്ക് പൊറോട്ടയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ ബിരിയാണി ചൂടാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വാങ്ങിയ ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ. 2 പീസേ മേടിച്ചിട്ടുള്ളൂ. അപ്പം മോന് ലെഗ് പീസ് കൊടുത്തു, മറ്റേ പീസ് ഞങ്ങൾ രണ്ടാളും പകുതി പകുതിയാക്കി എടുത്തേ. അപ്പോൾ പൊറോട്ടയും ഉച്ചക്ക് വെച്ച ചിക്കൻ കറിയെല്ലാം കൂട്ടി പിടിച്ചങ്ങ് കഴിച്ച്. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.